Hi, hello viewers. Welcome to my channel Maya's Kitchen Secrets. ഇന്നും ഞാൻ ചിറ്റമ്മയുടെ കൂടെ ഓലനാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഓലന് സാധാരണ മത്തങ്ങ, കുമ്പളങ്ങ, പിന്നെ വഴുതനങ്ങയൊക്കെ വട്ടത്തിൽ അരിഞ്ഞിടും. ഇന്ന് ഞങ്ങളിവിടെ ചെയ്യുന്നത് കുമ്പളങ്ങയും ചേമ്പ് വിത്തും ഉപയോഗിച്ചാണ്. പച്ചമുളക് കീറിയിടും, കരിവേപ്പിലയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. സാധാരണ തേങ്ങാപ്പാൽ ഒഴിക്കാറില്ല, എങ്കിലും ഇപ്പോൾ എല്ലാവർക്കും തേങ്ങാപ്പാൽ ഇഷ്ടമായതുകൊണ്ട് കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് അതിൻ്റെ കൂടെ ചേർക്കും. മത്തങ്ങ നല്ലൊരു ഇളവൻ പ്രകൃതി സമേതം പുത്തൻ മണിപ്പയറും അങ്ങ് അതിനോട് ചേർത്ത് ആലോല നീല മിനിമാർ അവർ വെച്ച് തന്നാൽ ഓലോലൻ ഒന്നു മതി എന്തിനും 100 കൂട്ടം എന്ന് കേട്ടിട്ടില്ലേ? സ്വാദുള്ള ഓലനുണ്ടെങ്കിൽ പിന്നെ മറ്റു കൂട്ടാനൊന്നും വേണ്ടെന്നാണ് പഴമൊഴി. അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ ശ്ലോകമാണ് ഇത്. 4 വരി ശ്ലോകമാണ് പഴമക്കാരുടെ വഴിയായിട്ട് നമുക്ക് പാടാൻ പറ്റിയിരിക്കുക. അത് വളരെ അർത്ഥവത്താണ്, അതിന് വളരെ സ്വാദുള്ളൊരു രണ്ടാം കൂട്ടാൻ്റെ സാധനമാണെങ്കിൽ പോലും അത് വളരെ നല്ല രുചിയായിട്ടൊന്നും നമുക്ക് മറ്റു കൂട്ടാനൊന്നും വേണ്ട. അതിനോടുകൂടി നമുക്ക് അതിനകത്തേക്ക് കിടക്കാം. ഓലൻ ഉണ്ടാക്കുവാനായി ഒരു വലിയ കഷ്ണം കുമ്പളങ്ങയുണ്ട്, ഒരു 1/2 കിലോ കുമ്പളങ്ങയുണ്ട്, ഒരു ചേമ്പ്, പിന്നെ 4 പച്ചമുളക് മുറിച്ചിടണം, 4 ഉണ്ട്, അത് മുറിച്ചിടുക, പിന്നെ കറിവേപ്പില ഇടുക. ഇത്രയുമാണ് മെയിനായിട്ട് നമ്മൾ ഓലിന് വേണ്ടി ചേർക്കുന്ന കഷ്ണങ്ങൾ. തേങ്ങ പാല് പിഴിയുവാനായിട്ട് ഒരു 1/2 മുറി തേങ്ങ, ഇതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കണം. കുമ്പളങ്ങയും ചേമ്പും ഇങ്ങനെ നുറുക്കിയിടുന്നത് ഒരുപാട് കട്ടിയിലല്ല, ഇതുപോലെ കട്ടി കുറച്ച് നുറുക്കുക. മുളക് കീറിയിടുക. വെള്ളം ഒഴിച്ചിട്ടുണ്ട്, വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിക്കാം. തേങ്ങാപ്പാൽ എടുക്കാൻ കഷ്ണത്തിൻ്റെ അളവനുസരിച്ച് ഏകദേശം ഒരു മുറി തേങ്ങയെങ്കിലും വേണം. അത് നമ്മൾ ചിരണ്ടി മിക്സിയിൽ അടിച്ച് നല്ലോണം പിഴിഞ്ഞ് പാലെടുക്കുക. കഷ്ണം നല്ലോണം തിളച്ച് വെന്ത് കഴിയുമ്പോൾ നമ്മൾ പാല് ഒഴിക്കാം. ഇത് ഒരു തവണ വെള്ളം ഒഴിച്ച് ഒന്ന് കറക്കി എടുത്തതാണ്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ കറക്കി എടുത്തിട്ട് നമുക്ക് പാലെടുക്കാം. രണ്ടാമത് ഒന്നുകൂടെ ചതച്ചെടുത്ത തേങ്ങയാണ്, ഇതിന്റെ പാല് പിഴിയണം. പാൽ പിഴിയുകയാണ്. കുറച്ച് തേങ്ങയല്ലേ ഉള്ളൂ, അതുകൊണ്ട് കൈകൊണ്ട് തന്നെ പിഴിയാവുന്നതേ ഉള്ളൂ. തോർത്തും അങ്ങനെയുള്ള തുണിയൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാം. ഇതാണ് തേങ്ങയുടെ ആദ്യത്തെ പാല്, 1ാം പാൽ. ഇത് പിഴിഞ്ഞെടുത്ത തേങ്ങ പീരയാണ്. ഇനി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ പാലെടുക്കാം. മിക്സിയുടെ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കുമ്പോൾ കുറച്ചുകൂടെ വെള്ളം നമുക്ക് കിട്ടും. രണ്ടാമത് പിഴിയുന്നതും 1ാം പാലിലേക്ക് തന്നെയാണ് ഒഴിക്കുന്നത്. കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് കുറുകിയ പാല് കിട്ടും. അപ്പോൾ അതും 1ാം പാലിനോട് കൂടെ തന്നെയാണ് ചേർക്കുന്നത്. 2 പ്രാവശ്യമായി പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലാണ്. വെള്ളം വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ കഷ്ണമൊക്കെ വെന്തു വരുന്നു. ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. കഷ്ണം ഏകദേശം വേവായി. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കിക്കൊള്ളുക. അപ്പം അടി പിടിക്കാതെയൊക്കെ ഇരിക്കാൻ നല്ലതുമാണ്, സ്വാദുമാണ്. കുമ്പളങ്ങ കഷ്ണമൊക്കെ അല്ലേ, പെട്ടെന്ന് വേകും. ഇപ്പോഴാണ് ഉപ്പിട്ടത്, കുറച്ച് കല്ലുപ്പാണ് ഇട്ടത്. വെന്ത് കഴിഞ്ഞിട്ടാണ് ഉപ്പിടേണ്ടത്. ഉപ്പിട്ടൊന്ന് നന്നായി ഇളക്കുക. കറിവേപ്പിലയും ചേർക്കണം. ഇപ്പോൾ കഷ്ണമൊക്കെ വെന്തതുകൊണ്ട് തേങ്ങാപ്പാൽ ചേർക്കാം. ഈ പാത്രം കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ഒന്നുകൂടി ഇത് തിളക്കട്ടെ. ഓലൻ പാകമായി. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഓലനുണ്ടാക്കുന്നത് എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ കുമ്പളങ്ങ, ചേമ്പ് വിത്ത്, പിന്നെ പച്ചമുളക്, കരിവേപ്പില ഇത്രേ ചേർത്തിട്ടുള്ളൂ. അതിനകത്ത് ചിലർ വഴുതനങ്ങയൊക്കെ ചേർക്കുന്നുണ്ട്, എങ്കിലും നന്നായിരിക്കും. പഴയ രീതിക്ക് അതൊക്കെ ചേർക്കുന്നതാണ്. അപ്പം ഓലൻ റെഡിയായി. മത്തങ്ങയും ചേർക്കാം. മത്തങ്ങയോ കുമ്പളങ്ങയോ എന്ത് വേണമെങ്കിലും ആ കഷ്ണങ്ങളിൽ എന്ത് വേണമെന്നല്ല, സാധാരണ മത്തങ്ങ കുമ്പളങ്ങ മെയിനായിട്ട് ചേർക്കുന്നത്. അപ്പോൾ എത്ര കൂട്ടാൻ പിന്നെ വേറെ കൂട്ടാനുകളൊന്നുമില്ലെങ്കിൽ പോലും ഓലൻ നന്നായാൽ ആ കൂട്ടാൻ ഒന്ന് മാത്രം മതി എന്നാണ് പഴമക്കാർ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. കുമ്പളങ്ങ ഓലനോ അല്ലെങ്കിൽ മത്തങ്ങ കഷ്ണം കൊണ്ട് ഓലൻ വെച്ചതോ എല്ലാവരും നോക്കുക. നല്ല സ്വാദായിരിക്കും. ഒരു കൂട്ടാൻ കൊണ്ട് തന്നെ നമുക്ക് ഊണ് കഴിക്കാൻ പറ്റും.